നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വിളക്കും വെളിച്ചവും തീക്കുണ്ടവും. വിളക്കും തീക്കുണ്ടവും. ഒരു തീക്കുണ്ടം, ഒരു വിളക്ക്, രണ്ടും അഗ്നിയാണ്. എന്താണിത് തമ്മിലൊരു ബന്ധം എന്ന് നോക്കാം. ജീവതൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ജീവതൻ, അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതിലൊരാളാണ് ദത്തൻ. അത് എത്ര പ്രാവശ്യം എന്ത് കാര്യം കേട്ടാലും അയാൾക്ക് എപ്പോഴും മറവിയാണ്. പിന്നെ അത് മറന്നു പോകും. ഒരു കാര്യം മനസ്സിൽ നിൽക്കില്ല, പഠിക്കാനേ പറ്റണില്ല. മറ്റുള്ളവരൊക്കെ പഠിക്കുക. ജീവതൻ മഹാപണ്ഡിതനാണ്. അദ്ദേഹം വളരെ താല്പര്യത്തോടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർക്ക് നന്മ വരാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ പഠിക്കുന്നുണ്ട്. പക്ഷെ ദത്തന് മാത്രം പഠിക്കാൻ പറ്റണില്ല. എന്ത് ചെയ്തിട്ടും പറ്റണില്ല. ദത്തൻ ഒരു ദിവസം കിടന്നുറങ്ങണ സമയത്ത് പതുക്കെ ഗുരു കിടന്നുറങ്ങണതിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഗുരു, എനിക്കൊന്നും പഠിക്കാൻ പറ്റണില്ല. ഞാനിവിടെ നിന്ന് അങ്ങ് എന്നെ എത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കണേ, എനിക്കത് മനസ്സിലാവണില്ല. പക്ഷേ ഒന്നും തന്നെ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. എന്താ ചെയ്യുക? എങ്ങനെയായാൽ ഞാൻ വല്ല വഴിക്കും പോകും അവിടെ എന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല ഇങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട്. പഠിക്കാൻ പറ്റാതെ കണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അങ്ങ് കഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അങ്ങ് നല്ല ഗുരുവാണ്. അങ്ങയുടെ മറ്റ് ശിഷ്യന്മാർ പഠിക്കേണ്ട പോലെ എനിക്ക് പറ്റണില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ വിഷമം. അതുകൊണ്ട് ഞാൻ വല്ല വഴി പോവുകയാണ്. അപ്പോൾ ഗുരു ഒന്നും പറഞ്ഞില്ല, ജീവതൻ ഒന്നും പറഞ്ഞില്ല. എന്ത് ചെയ്തു? അവിടെ ഒരു വിളക്കിരിക്കണം. അത് വിളക്ക് ഊരിയ കെടുത്തി. വിളക്ക് ഊരി കെടുത്തിയ വഴിക്ക് വിളക്കാ കെട്ടു. അപ്പം ദത്തന് കാര്യം മനസ്സിലായി. ആകെ ഇരുട്ടായില്ലോ. എത്ര പെട്ടെന്ന് ഇരുട്ടാക്കാൻ പറ്റി? വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ അവിടെ ഇരുട്ടാക്കാനായിട്ട് ആ വിളക്കങ്ങോട്ട് ഊതി കെടുത്താനായിട്ട് സാധിച്ചില്ലേ? വിളക്കിൽ തീ കെടുത്താനായിട്ടൊന്നും അങ്ങോട്ട് ഊതിയാൽ മതി, അത് എളുപ്പം കഴിയും. പക്ഷേ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു തീക്കുണ്ടമാണ്. ആ തീക്കുണ്ടം ഊതി കത്തിക്കണം നമുക്ക്. ഈ ഊതി തന്നെയാണ് നമ്മൾ കത്തിക്കുന്നത്. ഒരൊറ്റ ഊത്തുകൊണ്ട് കിടത്താൻ പറ്റും, നമുക്ക് തീ കിടത്താനായിട്ട് സാധിക്കും. പക്ഷേ തീക്കുണ്ടത്തെ ജ്വലിപ്പിക്കണമെങ്കിലും ഒരുപാട് പ്രാവശ്യം നമ്മൾ ഊതണം, എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ദത്തന് മനസ്സിലായി, താൻ വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ തനിക്ക് താനെ പഠിക്കാറാകും. അതാണ് ഗുരുവിൻ്റെ ഈ പ്രവൃത്തി കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി. ഒരൊറ്റ ഊത്തുകൊണ്ട് വിളക്ക് കെട്ടാൻ പറ്റും. പക്ഷേ ഒരു തീക്കുണ്ടം ജ്വലിക്കണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഊതിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സ് ഒരു തീക്കുണ്ടമാണ്. അത് ഊതി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം. ഇതാണ് ഇന്നത്തെ കഥ, വിളക്കും തീക്കുണ്ടവും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. നമസ്തേ, നന്ദി. എല്ലാവർക്കും നന്ദി. കഥ കേട്ട എല്ലാവർക്കും നന്ദി.